എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ കാഠ്മണ്ഡുവിൽ നിന്നും തിരിച്ച് കേരളത്തിലേക്കുള്ള യാത്രയിൽ നമ്മളിപ്പോൾ ഉള്ളത് ഉത്തർപ്രദേശിലാണ്. ഇന്നലെ രാവിലെ നമ്മൾ നേപ്പാളിൻ്റെ ചെക്ക് പോസ്റ്റായ ഭൈരവല വഴി കസ്റ്റംസ് ക്ലിയറൻസ് ഒക്കെ കഴിഞ്ഞ് ഉത്തർപ്രദേശിൻ്റെ ബോർഡർ ചെക്ക് പോസ്റ്റായ സൊനോലി വഴി നമ്മൾ ഇന്നലെ ഗോരഖ്പൂർ വന്ന് ലോഡൊക്കെ കയറ്റിയായിരുന്നു. രാവിലെ ഒരാൾ റെഡിയായി ഗ്ലാസ്സൊക്കെ തുടയ്ക്കാൻ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ചെറിയൊരു ജലദോഷം എനിക്കും പിടിച്ചു. ഇന്നലത്തെ പൊടി ഭയങ്കര പൊടിയായിരുന്നു. കമ്പനിയിലും പൊടി, പുറത്തും പൊടി, അകത്തും പൊടി, എല്ലായിടത്തും പൊടി. ഇവിടെ മൊത്തത്തിൽ അന്തരീക്ഷത്തിൽ നല്ല പൊടിയാണ്. ഡ്രൈ സീസൺ തുടങ്ങിയോണ്ടാന്ന് തോന്നുന്നു. അതെ, ഇന്നലെ ലോഡൊക്കെ കയറ്റി പോന്നിട്ട് എപ്പോഴും ഇവിടെ കൊണ്ടുവന്ന് ഒതുക്കിയാൽ വേണ്ടി നമ്മൾ 12 മണി ആയപ്പോഴേ ലോഡ് കയറ്റി പോകുന്നത്. ഞങ്ങളൊരു 2 മണി ആയപ്പോൾ ഇവിടെ കൊണ്ട് ഒതുക്കി. ഇന്നലെ രാത്രി ഈ പമ്പിൽ കൊണ്ടുവന്ന് ഒതുക്കി നമ്മൾ അവിടെ നിന്ന് ഉറങ്ങിയത്. നല്ല പൊടിയാ ഗ്ലാസ്സിലൊക്കെ. വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ നേരത്തെ എയർ കയറട്ടെ, അപ്പത്തേക്ക് നമുക്ക് കല്ലും കുത്താം. എയറൊക്കെ നോക്ക്. എവിടെ വണ്ടി നിർത്തിയാലും ടയർ നോക്കണമെന്ന്. വഴിയൊക്കെ നല്ലതാണ്ട് അധികം കല്ലൊന്നും ഇല്ല. കല്ലൊക്കെ നമ്മള് നേപ്പാളിൽ വെച്ചായിരുന്നു, വഴി മോശമുള്ളതൊക്കെ ഉണ്ടാണ്ട്. പക്ഷെ ഇങ്ങോട്ട് കയറി കഴിഞ്ഞ പിന്നീട് ഹൈവേ അല്ലായിരുന്നു ഫുള്ള്, അതുകൊണ്ട് വലിയ കല്ലൊന്നും ഇല്ല വണ്ടിയിൽ. വേറെ ഷെയ്ഡൊക്കെ ഒരിക്കും. ഇത് വെച്ചാൽ പിന്നെ ഒട്ടും ചൂടടിക്കില്ല. അതുകൊണ്ട് ഇതേ ഉണ്ണി നന്നായി കിടന്നുറങ്ങുന്നു. ഇത് വെച്ചാലേ രാവിലെ നേരം വെളുക്കുന്ന അറിയല്ലോ. നല്ല വെയിലേ രാവിലെ. അപ്പോൾ നമുക്ക് നമ്മുടെ യാത്ര രാവിലെ അങ്ങ് തുടങ്ങിയേക്കാം. അപ്പോൾ പുത്തേ ട്രാവലോയിൻ്റെ കാഠ്മണ്ഡുവിൽ നിന്നും കേരളത്തിലേക്കുള്ള യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെളുപ്പിനെ ആ പമ്പിൽ കൊണ്ട് നിർത്തിയപ്പോൾ ഓർത്ത് രാവിലെ എണീറ്റ് കുളിച്ചിട്ടൊക്കെ പോകണമെന്ന്. ഇന്നലെ അപ്പടി പൊടിയൊക്കെ അടിച്ചല്ലേ. പക്ഷെ രാവിലെ അവിടെ ചെന്ന് നോക്കുമ്പം ജെൻസിൻ്റെ വാഷ്റൂം മാത്രമേ ഓപ്പൺ ആയിട്ടുള്ളൂ. കുളിക്കാൻ പറ്റിയ സെറ്റപ്പില്ല. വാഷ്റൂം കുഴപ്പമില്ലായിരുന്നു, പക്ഷെ കുളിക്കാൻ പറ്റത്തില്ല. അതെ, ലേഡീസിൻ്റെ ഞാൻ ചോദിച്ചു. അന്നേരം അവർ പറഞ്ഞു ലോക്ക് ചെയ്തിട്ടേക്ക് ഒരെണ്ണേ ഉള്ളൂ, മാനേജറുടെ ഇല്ല ചാവിന്ന് പറഞ്ഞു. മാനേജർ 9 മണി ആകുമ്പോഴേ വരത്തുള്ളൂ, ചാക്കോലും കൊണ്ട് പോയില്ല. അപ്പോൾ 9 മണി വരെ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റത്തില്ല. ഇല്ല. ഉത്തർപ്രദേശിലെ മഹുരായി എന്ന് പറഞ്ഞ സ്ഥലമായത്. അച്ഛേ നല്ല ഉറക്കം കേട്ടോ. ഇന്നലെ പടുതാ കെട്ടാനൊക്കെ കൂടി ക്ഷീണിച്ച് കിടക്കുക. ഈ തവണത്തെ നമ്മുടെ ലോഡ് കാലിത്തീറ്റയാണ്. അപ്പോൾ നമ്മൾ നാട്ടിൽ തൊടുപുഴയ്ക്കാണ് ലോഡ്. അതെ, കാലിത്തീറ്റ എന്ന് പറഞ്ഞാൽ കടുകിൻ്റെ എണ്ണയൊക്കെ എടുത്തതിന് ശേഷമുള്ള പിണ്ണാക്കാണ്. ഇത് കാലിത്തീറ്റയ്ക്കായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക് തൊടുപുഴ കൊണ്ടുപോയി ഇറക്കണം. ഏതായാലും നാട്ടിലേക്ക് തന്നെ ലോഡ് കിട്ടി, അത് ഭാഗ്യം. അടുത്ത് തന്നെ കിട്ടി. അതെ അതെ. അല്ല ചിലപ്പോൾ നമ്മൾ വല്ല കർണാടകയ്ക്കോ ആന്ധ്രയ്ക്കോ ഒക്കെ കിട്ടുന്നെങ്കിലോ പിന്നെ പോയി വേറെ ലോഡ് കയറ്റി പോകേണ്ട. എവിടെയല്ലേ നല്ല ഹോട്ടൽ കാണുവാണെങ്കിൽ നിർത്തിട്ട് നമുക്ക് അവിടെ ഇറങ്ങി ഫുഡൊക്കെ കഴിച്ച് കുളിച്ച് റെഡി ആയിട്ട് പോവാം. വാരണാസി 163 കിലോമീറ്റർ, ഗോല ബസാർ 15 കിലോമീറ്റർ. രാവിലെ അതേ പാടത്ത് കൊയ്ത്ത് തുടങ്ങി. അപ്പോൾ നമ്മളത് രാവിലെ ഗാഗ്ര നദി ക്രോസ് ചെയ്യാൻ പോവാം. നല്ല വിശാലമായ ഒരു നദിയാണ് ഇത്. നദിയുടെ നടുക്ക് മാത്രമേ വെള്ളമുള്ളൂ, അക്കരെ ഇക്കരെ ഒന്നും വെള്ളമില്ല. എല്ലായിടത്തും കൊയ്ത്ത് നടന്നുകൊണ്ടിരിക്കുക. കറ്റയൊക്കെ കെട്ടി വെച്ചേക്കുന്നു. ഈ ഹൈവേയിലൊന്നും ധാബയില്ലയോ? ഒരു നേരമല്ലേ ഒരു കട നോക്കാൻ നോക്കും. ധാബയും കാണുന്നില്ല, പെട്രോൾ പമ്പും കാണുന്നില്ല, രണ്ടും കാണുന്നില്ല. ത്തിന്റെ ആഗ്രഹം പോലെ ഒരു കട കണ്ടിട്ടുണ്ട്, നോക്കാം നമുക്ക് പോയി. എന്താ രാവിലെ കിട്ടുന്നത് നോക്കാം. ഇങ്ങോട്ട് നോക്കിക്കോ. അപ്പോൾ ഞങ്ങൾ വണ്ടിയൊക്കെ ലോക്ക് ചെയ്തു. അച്ഛ കടയിലോട്ട് പോയിട്ടുണ്ട് എന്നൊക്കെയാണ് ഉള്ളത് നോക്കാനായിട്ട്. നമുക്കൂടെ ചെല്ലാതൊക്കെയല്ലോ. എന്തൊക്കെയോ ഓർഡർ കൊടുത്തിട്ടാണ് നിൽക്കുന്നതെന്ന് തോന്നുന്നു കേട്ടോ. നിൽക്കുന്ന നിപ്പ് കണ്ടിട്ട് തോന്നുന്നേ. അടുപ്പുണ്ടോ? ഇത് കൊള്ളാലോ. കൽക്കരിയല്ലേ? ഇത് കൽക്കരിയാ. ഈ എണ്ണപ്പാട്ടകത്തെ മണ്ണ് കൊണ്ട് തേച്ച് ഇതുണ്ട്. ഇതിനകത്തൊരു കമ്പി ഇങ്ങനെ ക്രോസ് കൊടുത്തിട്ടുണ്ട് ഗ്രില്ല് ചെയ്യാനാട്ടോ. അല്ല, അതിനകത്തിട്ട് കത്തിക്കും. താഴെ പിറകിട്ടും കത്തിക്കുക. അതിൻ്റെ ഇതുണ്ടോ? ഇതിപ്പോ കൽക്കരിയില്ലേ, അതിനകത്തോടെ വിറക് അടി വെച്ച് വേണമെങ്കിലും കത്തിക്കാം. കൽക്കരി ഇടാം. കൊള്ളാല്ലേ? ആ ഒരു പാട്ടം ഉണ്ടോ? സിമ്പിളായിട്ട് അടുപ്പാക്കി എടുത്തേക്കാം. കലാകാരന്റെ മനസ്സുണ്ട്. ഞങ്ങൾ ഓർഡർ ചെയ്തല്ലോ. ഓർഡർ ചെയ്യാൻ ഇവിടെ ഒന്നും ഇല്ല. ഇല്ലേ, പാത്രമൊക്കെ ഉള്ളോ? റൊട്ടിയൊന്നും ആയിട്ടില്ല, കുറച്ചുകൂടെ സമയം എടുക്കും.
ഇത് പാലിനകത്ത് ഉണ്ടാക്കിയേക്കുന്ന സാധനമാണ്. ആ മാവാന്ന് പറഞ്ഞു മാവ റാബിഡി എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇത് വേണമെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അത് ചെറുതായിട്ട് കഴിക്കുന്ന സാധനം. അപ്പം പിന്നെ ചായ 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 വേണം മൊത്തേ വേണ്ട. ആ ചായ കുടിക്കാമല്ലോ. ഒരു ചായ കുടിക്കാമല്ലോ. ഈ അടുപ്പ് കണ്ടോ? ഇതും കൽക്കരി ഇട്ടേക്കുന്നത്. ഈ വെച്ചേക്കുന്ന സാധനം എന്നാ ആ പല്ല് പോലത്തിരിക്കുന്നത്? വണ്ടിയുടെ ഇതല്ലേ? ആ പിന്നീനാ ക്രൗണാ. ഹൗസിങ്ങിനകത്ത് വരുന്ന പിന്നെ ക്രൗണാ ഇത്. എന്താ തൈര് നല്ല അടിപൊളി തൈരാ കേട്ടോ. തൈര് നമുക്ക് ഇച്ചിരി മേടിച്ചോണ്ട് പോവാം. മത്തൊക്കെ പണ്ടത്തെ കടയുന്നേ. എന്നാ അതിന്റെ ടേസ്റ്റ്? പാലിന്റെ ടേസ്റ്റ് ഇതൊരു എന്താ പറയാ സ്വീറ്റാ, മധുരമുള്ള ഇതാ. അപ്പം ഇതെന്ന് വെച്ചാൽ പാല് കുറേ നേരം ഇട്ട് പതുക്കെ തിളപ്പിച്ച് അങ്ങനെ ഇതാക്കി എടുക്കുന്ന ഈ നമ്മള് ഞാനോർത്ത് മൈദയായിരുന്നു. മനസ്സിലായില്ല. പാല് മൈദയല്ല. അത് ഈ മണ്ടയിലിട്ടേക്കുന്ന വേറെ ഒന്നല്ല. അതായിരുന്നു ഇങ്ങനെ മറ്റേ ഡ്രൈ ആവത്തില്ലേ? അത് തന്നെയാണോ? അത് തന്നെ. നമുക്കേ ഒരു 1/2 ലിറ്റർ തൈരും 1/2 ലിറ്റർ പാലും മേടിക്കാം. ഇവിടെ അവിടെ ബാത്റൂം ഒക്കെ ഉണ്ട്. എന്നാൽ പിന്നെ നമുക്ക് കുളിച്ചിട്ട് പോവാം. ഇവിടുന്ന് നമ്മൾ കുളിക്കുമ്പോഴത്തേനും റൊട്ടീൻ റെഡിയാവും. അപ്പോൾ കഴിച്ചിട്ടും പോവാം. ഇവിടുത്തെ നദിയിലെ മണൽ കണ്ടോ? നല്ല അരിച്ചുകൊണ്ടിട്ട മണൽ പോലെ നല്ല പൊടി മണലാണ്. തേക്കാനൊക്കെ നല്ല അരിക്ക പോലും വേണ്ട. ഇതെല്ലാം ലോറിക്കാരൊക്കെ ഉള്ള സാധനങ്ങളാണ്. വണ്ടിയുടെ സൈഡിൽ കെട്ടിയിടുന്ന തുണികളാണ്. 2 പേര് കുളിച്ചിട്ട് ഇതുവരെ വന്നില്ല. ഇവിടെ ഫുഡൊക്കെ റെഡിയായി. എല്ലാവരും ആൾക്കാരൊക്കെ കഴിക്കാൻ വന്നിട്ടുണ്ട്. വണ്ടിക്കാരെല്ലാവരും കേട്ടോ. പതുക്കെ വരുന്നുണ്ട് 2 പേരൂടെ. എത്ര നേരമായെന്ന്. നിങ്ങളെ ആണുങ്ങളെ പോലല്ലേ ഞങ്ങൾക്ക് ഇച്ചിരി താമസമുണ്ട് കുളിക്കാനൊക്കെ റെഡി ആകാനൊക്കെ. അതെ, എത്ര നേരമായി? അതെ, ഞങ്ങൾ അലക്കി കുളിച്ചു. ആ പിക്കപ്പിനകത്ത് നിറച്ച ആട. അത് നോക്കുന്നവരാന്ന് തോന്നുന്നു മുകളിലിരിക്കുന്നത്. വെറുതെ അല്ലേ ഇവിടെ വന്നപ്പോൾ ഒരു ആടിന്റെ മണം വന്നു. അപ്പോൾ അത് റൊട്ടി വന്നിട്ടുണ്ട്. റൊട്ടി മൊത്തം പറഞ്ഞ പോലെ ദാലും തക്കാളിയും കൂടെ, പിന്നെ ചട്നി. ഇതെന്തോ ഇത്? അത് കട്ടാൾ ചക്ക, ഇടിഞ്ചക്കയാ. ഇടിഞ്ചക്കറി കേട്ടോ. ചിക്കൻ പോലെ ഒരു പ്രതീക്ഷ. ചിക്കൻ കറി ആണല്ലേ ഉറക്കത്തുള്ളു കണ്ടാല്. പിന്നെ ഇത് പയറും ഉരുളക്കിഴങ്ങും, നല്ല ചൂട് ചപ്പാത്തി. ചപ്പാത്തി അല്ലേ? റൊട്ടി നല്ല റൊട്ടിയല്ലേ? നല്ല ഗോതമ്പ് റൊട്ടി. നല്ല എങ്ങനെയുണ്ട്? ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കിയേ. ചിക്കൻ കറി എങ്ങനെ ഉണ്ടെന്ന് നോക്കിയാൽ മതി. അതെ, ചിക്കനാന്ന് ഓർത്ത് കഴിച്ചാൽ മതി. അതെ. മുട്ടക്കറി ഉണ്ട് കേട്ടോ. മുട്ടയുടെ കറി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിക്കൻ കറിയേ ചക്കക്കറി നമ്മൾ അന്ന് വെച്ച പോലെ വെക്കണേ ചിക്കൻ കറി പോലെ. അപ്പൊ ഇവരുടെ സ്റ്റൈലല്ലേ വെച്ച, അതിന് വേറൊരു ടേസ്റ്റ്. അപ്പൊ ഇതിന്റെ കൂടെ ഇത് കഴിച്ചു കഴിയുമ്പോൾ റൈസ് കൂടെ കിട്ടും. ഈ ദാലിനകത്ത് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ആണോ? കട്ടാൾ എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. കട്ടാൾ മുട്ടക്കറി ഒരെണ്ണം പറഞ്ഞു. ഞാനോർത്ത് ഒരെണ്ണം കാണുള്ളൂ. ഇത് 4 ഉണ്ട്. ഇത് മുട്ട ഫ്രൈ ചെയ്താണ്. ഇപ്പോൾ ഓരോ റൊട്ടിയൊക്കെ കഴിച്ചു. ഇനി കുറച്ച് ചോറും കൂടെ ഉണ്ട്. അപ്പോൾ അതെ, വെള്ളച്ചോറ്, കുഞ്ഞു ചോറ്. പിന്നെ ചട്നിയൊക്കെ ഉണ്ട് കേട്ടോ. മുളക് ചട്നി നല്ല ഫുഡാണ്. നാടൻ കട. അവിടെ പുതിനയിലയും മുളകും കൂടെ അരച്ച ചട്നിയാണ്. മൊത്തം ഇത് നല്ല കട്ട തൈര്. മുത്തനാണ് തൈര് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ചുമയാ മുത്ത തൈര് കഴിക്കണ്ട. അപ്പോൾ നമുക്ക് പോകാം. അപ്പോൾ ചോറൊക്കെ ഉണ്ട്. നല്ല ഊണായിരുന്നു അല്ലേ? നല്ല ഊണായിരുന്നു. അപ്പോൾ ഒരു 1/2 ലിറ്റർ പാലും മേടിച്ചു, 1/2 ലിറ്റർ തൈരും മേടിച്ചു. പാലും ഇപ്പം ഇല്ലാത്തതുകൊണ്ടേ ജ്യൂസ് അടിക്കുന്നതിനകത്താണ് പാല് മേടിച്ചത്. ഇതെല്ലാം യുപിയിലെ കൃഷിക്കാരുടെ വീടുകളാണ്. യുപിയിലെ ലഞ്ച് എങ്ങനെ ഉണ്ടായിരുന്നു? വലിയ കുഴപ്പമില്ലായിരുന്നു. നല്ലതായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റില്ല, ലഞ്ച് ആകുമ്പോഴാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ലഞ്ച് കഴിച്ചു. ലഞ്ച് കുറച്ച് നേരത്തെ കഴിച്ചു. 11 മണി കഴിഞ്ഞപ്പോ ലഞ്ച് കഴിച്ചു. ആ സമയത്ത് അവരെല്ലാം കഴിക്കുന്നത്. ഇവിടെ ലഞ്ച് ടൈം അതാ. അതുകൊണ്ട് നമുക്ക് അധികം സമയം കളയാതെ കുളിക്കാനും പറ്റി. അതെ അതെ, രാവിലത്തെ എല്ലാ പരിപാടിയും തീർന്നു. പുറത്ത് ചൂടുണ്ടായിരുന്നല്ലേ, കുളിച്ചപ്പോ നല്ല തണുത്ത വെള്ളമായിരുന്നു. നല്ലൊരു സുഖം ഉണ്ടായിരുന്നു. കല്യാണ വണ്ടി പോന്നു. പെണ്ണ സൈഡിൽ ഇരിപ്പുണ്ടായിരുന്നേ. പെണ്ണും ചെറുക്കനും ഉണ്ട്. ബസ്സിനകത്ത് സൈക്കിളൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട് അകത്ത്. ട്രിപ്പ് പ്രൈവറ്റ് ബസ്സാ. ആ കടയിലെ ആൾക്കാരെ നല്ല ആൾക്കാരായിരുന്നു. ആ കടയുടെ തൊട്ട് തന്നെ ഒരു ബാത്റൂം ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ കുളിക്കുന്നപ്പോൾ വേറൊരു ആൾ അവിടെ കുളിക്കുന്നുണ്ടായിരുന്നു.
അതുകൊണ്ട് പിന്നെ അപ്പുറത്തൊരു ടോയ്ലറ്റ് ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് പിന്നെ അത് തുറന്നു. നല്ല ബാത്റൂം അല്ലേ? ആ, വലിയ കുഴപ്പമില്ല. എല്ലാ വീടുകളും കണ്ടോ ചുടുകട്ടയും കൊണ്ടാണ് നിർമ്മിച്ചേക്കുന്നത്. ഇതൊരു നദിയാണ്, മൊത്തം പോള നിറഞ്ഞു കിടക്കുന്നത്. ഗോതമ്പെല്ലാം കൊയ്ത് വെച്ചേക്കുക, വെട്ടി വെച്ചേക്കുക. കൊയ്ത് അവിടെ തന്നെ മെതിക്കുന്നുണ്ട്. നാല് പേരോട് ഒരുമിച്ച് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞേ. ആ ഇൻസ്റ്റ ഐ ഡി കൊടുക്കാനും പറഞ്ഞു. ഇൻസ്റ്റയുടെ കൊടുക്കാൻ ഇൻസ്റ്റയിൽ ഒന്ന് ഫോളോ ചെയ്ത് കൊടുക്കാനും പറഞ്ഞ് ഫോൺ കൊണ്ട് തന്ന. എനിക്കിപ്പോ അവരിവിടെ ഷെയ്ക്കാനൊക്കെ തന്നായിരുന്നു. അവര് കുറച്ചു നേരമായിട്ട് പറയാൻ വരികയായിരുന്നു. ഉത്തർപ്രദേശ് പരിവാഹൻ ഗോരഖ്പൂർ പോകുന്ന ബസ്സാണ്. ഇതിലെ ലെഫ്റ്റിലേക്ക് കയറിയാൽ പൂർവാഞ്ചൽ എക്സ്പ്രസ് വേ. ഓവർലോഡഡ് വെഹിക്കിൾസ് പ്രോഹിബിറ്റഡ്. വാരണാസി നേരെ, റായ്പൂർ ലെഫ്റ്റ്. അങ്ങോട്ട് നോക്കി എത്ര നീൽഗായാന്ന് നോക്കി. നീൽഗായ ഇഷ്ടം പോലെ ഉണ്ട് അവിടെ പാടത്ത്. ഒത്തിരി പേരുണ്ട്. നീൽഗായുടെ അടുത്ത് വരെ പോയിട്ട് വരാം. ചിലപ്പോൾ നമ്മൾ ചെല്ലുന്ന കാണുമ്പോൾ അവർ ഓടും. ഇവരെ കണ്ടാലേ നമ്മൾ ആ ലഡാക്ക് ചെയ്തപ്പോൾ കഴുതേ കണ്ടില്ലേ? അതുപോലെ ആ ബ്രൗൺ കളർ ഉള്ളത്. ആ, എല്ലാവരും പോയി നമ്മൾ ചെല്ലുന്നതനുസരിച്ച് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. എത്ര എണ്ണാന്ന് നോക്കിയേ. വലിയ പേടിയൊന്നുമില്ല. ആ ചെവി ഇട്ടിങ്ങനെ ഇളക്കുന്നുണ്ടോ? ആ ചുവന്ന ബ്രൗൺ അതുണ്ട്. ആ വലുതില്ല, അതിന് കൊമ്പുണ്ട്. ഗോതമ്പെല്ലാവേ കൊയ്ത് കെട്ടി വെച്ചേക്കുന്നുണ്ടോ? ഗോതമ്പിൻ്റെ ഇത് പിടിക്കുമ്പോഴല്ല മുള്ളു പോലെ ഒരു നാര ഇതിന്. വണ്ടി ഇതേ അവിടെ കിടക്കുന്നത്. നമ്മൾ ഇത്ര ഇറങ്ങി ഇങ്ങ് വന്നു. ഓക്കെ, നല്ല സ്വർണ്ണക്കതിരുകൾ. നല്ല ഗോതമ്പ് പാടവും നല്ല വെയിലും. അവിടെയൊക്കെ കൊയ്യുന്നുണ്ട് അല്ലേ? വണ്ടിയെല്ലാം ഭയങ്കര ചെളിയാ. നേപ്പാളിലെ മണ്ണാ മൊത്തം. കഴുകാൻ പറ്റിയില്ലല്ലോ. കഴുകാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ അല്ലേ നമുക്ക് കോട്ടയത്ത് കൊണ്ടേ കഴുകി കളയാം നേപ്പാളിലെ കുറച്ച് മണ്ണ്. ശരിക്കും ഇത് കണ്ടോ, ഇത് ഭയങ്കര ഡേഞ്ചറാണ്. ഇതിന് പുറയിൽ ലൈറ്റോ അല്ലെങ്കിൽ ഒരു കൊടിയോ ഒക്കെ വേണ്ടതാണ്. ഇതൊന്നുമില്ല. രാത്രിക്കൊക്കെ ഭയങ്കര അപകടമാണ് ഇതിങ്ങനെ പോകുന്നത്. അതെ, റിസർവ് ആയിട്ട് കുറച്ച് നേരം ആയായിരുന്നു. അടുത്തായാലും പമ്പിൽ കയറി ഡീസൽ അടിക്കാം. ഇവിടുന്ന് ഫുൾ ചെയ്യുന്നുണ്ടോ? ഇത് വേണേൽ ഫുൾ ചെയ്യാം. യു പി വിലക്കുറവാണ്, 88 ഉള്ളൂ. മധ്യപ്രദേശിൽ പിന്നെ 93, 94 ഇവിടുന്ന് ഫുൾ ചെയ്യാം. മറ്റേ ഇതിനെ കാണാൻ പോയിട്ട് കണ്ടോ പശുവിനെ? നീൽഗായ് ഇഷ്ടം പോലെ 12 ഉണ്ടായിരുന്നു. മ്ലാവെന്നോ കിഴന്നൊക്കെ പറയാം. ഇന്ന് എല്ലാവരും പച്ച ഡ്രസ്സാണല്ലോ. അത് ചില ആൾക്കാരുണ്ടല്ലോ ഡ്രസ്സ് പാക്ക് ചെയ്യുമ്പോ ഉണ്ടല്ലോ ഒരേ കളറിൽ എടുത്തു വെക്കും. എല്ലാരും അങ്ങ് പച്ചച്ചിരിക്കുമായിരുന്നു മൊത്തത്തില്. എവിടെ നോക്കിയാലും ഗോതമ്പ് മാത്രമേ കാണാനുള്ളൂ. ഈ ഹൈവേ 4 ലൈൻ ആയിട്ട് പണിതിട്ട് ഒത്തിരി കാലം ഒന്നും ആയിട്ടില്ല. കോൺക്രീറ്റ് റോഡ് ഒരു കുലുക്കോ അതിൽ ഓടുമ്പോൾ, വണ്ടി ഓടുമ്പോൾ ഒരു സുഖമില്ല. ഏതോ ഒരു പുതിയ ഹൈവേ പണിത് വരുന്നുണ്ട്. പണി തീർന്നിട്ടില്ല. എവിടെ നിന്നും ഓപ്പൺ ആയിട്ടില്ല. പണി തീരാത്ത ഹൈവേ. അതുകൊണ്ട് ഹൈവേ ക്രോസ് ചെയ്യാൻ വേണ്ടി ബൈക്കിന് പോകാമെന്ന്. അതേ കൂടെ ബൈക്ക് കയറി ഇപ്പുറത്ത് വന്ന് ഇറങ്ങാം. നല്ലൊരു പരിപാടിയാണ്. നടന്നും ഇങ്ങോട്ട് ക്രോസ് ചെയ്യാം, ബൈക്കിനും ക്രോസ് ചെയ്യാം. ഇതല്ലേ ടിപ്പറെ വെച്ചേക്കുന്ന പാട്ട് കേട്ടോ. സ്പീക്കർ വെളിയിൽ വെച്ചേക്കുക. വണ്ടിക്കകത്തല്ല സൗണ്ട്, വെളിയിലാ സൗണ്ട്. നമുക്കേ കുറച്ച് ഡീസൽ അടിച്ചിട്ട് പോവാം. ഫുള്ളല്ലേ? ഫുൾ ചെയ്തേക്കാം. അതെ, 50 ലിറ്ററേ ഇവിടുന്ന് അടിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇവരുടെ ഫ്ലീറ്റ് കാർഡ് വേണമെന്ന്. ഇതൊക്കെ ബിസിനസിന്റെ ഓരോ ട്രിക്കുകളാണ്. നമ്മളാകുമ്പോൾ അടിച്ചാൽ മതി, നമുക്ക് വേറെ കമ്പനിന്ന് അടിക്കാമല്ലോ. അത്രേ ഉള്ളൂ. ഇവിടെ 88 രൂപ 43 പൈസ. ഫ്ലീറ്റ് കാർഡ് എടുക്കണം. ഫ്ലീറ്റ് കാർഡ് ഉണ്ടായാലും OTPക്ക് അടിക്കാം. അന്നേരം ഫുൾ ടാങ്ക് അടിക്കാം. ഇല്ലേ 50 ലിറ്റർ വെച്ച് അടിക്കത്തുള്ളൂ. വേറെ കഴിഞ്ഞ ദിവസം അങ്ങോട്ട് ഫുൾ അടിച്ച അവര് പറഞ്ഞില്ല. പക്ഷെ ഇവര് ഈ പമ്പുകാർ മാത്രമായിട്ടായിരിക്കുമല്ല, ജിയോയുടെ ഒരു ഇതായിരിക്കും. നമ്മളിപ്പം പൊക്കോണ്ടിരിക്കുന്നത് NH-31 കൂടെയാണ്. അതായത് വാരണാസി ഗോരഖ്പൂർ ഹൈവേ. ഏതെങ്കിലും കടയ്ക്ക് നിർത്തിക്കോ. നല്ല പരവേശം എടുക്കുന്നുണ്ടല്ലേ? റൊട്ടീൻ കൂടെ കഴിച്ചിട്ടാ. എവിടെ നിർത്തിക്കോ, അവിടെ ഉണ്ടാ മേടിക്കാം. ഉച്ച സമയമല്ലേ ഒതുക്കിയേക്കുന്ന. 1 മാസത്തോടെ കഴിഞ്ഞാൽ ഇതിലൊന്നും വരത്തില്ല ചൂട് കാരണം. തണുത്ത വെള്ളം കുടിക്കുമ്പോൾ നല്ലൊരു സുഖമല്ലേ. ഇത് പഹാർപൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഈ സ്ഥലപ്പേര് കണ്ടോ? മുസ്ലിംപൂർ. കണ്ടിട്ടില്ലല്ലോ അങ്ങനെ.
UP ടൂറിസം വെൽക്കംസ് യു ടു വാരണാസി. ഇപ്പം നമ്മൾ വാരണാസി എത്തി. വാരണാസി റിംഗ് റോഡ് കയറി വേണം നമുക്ക് പോകാൻ. വാരണാസിക്ക് 3 പേരുണ്ട്: വാരണാസി, ബനാറസ്, കാശി. ഇതിൽ നേരെ വാരണാസി ടൗണിലേക്ക് കയറിപ്പോവാം. ഇവിടെ എല്ലാം ഇതേ ചുവരെല്ലാം നല്ല ചിത്രങ്ങളുണ്ട്. അപ്പം നമ്മൾ വാരണാസി റിംഗ് റോഡിൽ കയറി ലെഫ്റ്റിലേക്ക് പോയാൽ വാരണാസി ടൗൺ. അലഹബാദ് 155, ലക്നൗ 311. അലഹബാദ് എന്ന് പറയുന്നത് പ്രയാഗ്രാജിൻ്റെ പഴയ പേരാണ് അലഹബാദ്. ശ്രീ കാശി വിശ്വനാഥ ടെമ്പിൾ 10 കിലോമീറ്റർ, സാരാനാഥ് 1 കിലോമീറ്റർ, മിർസാപൂർ 73 കിലോമീറ്റർ. ഇവിടുന്ന് റൈറ്റിലേക്ക് 295 കിലോമീറ്റർ ലക്നൗ. ആ ഹൈവേ ആണത്, ലക്നൗ പോകുന്ന ഹൈവേ ആണ് മുകളിൽ കാണുന്നത്. ചാണകം ഉണക്കി വെച്ചേക്കുന്നുണ്ടോ. കൊൽക്കത്ത 698 കിലോമീറ്റർ. കാൺപൂരൊക്കെ ഈ റൂട്ടിലാണ് പോകുന്നത്. നമ്മളെ ഇന്നലെ ഗോരഖ്പൂരിൽ നിന്നല്ലേ ലോഡ് കയറ്റിയതാ. ഗോരഖ്പൂരിലെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തു നിന്നല്ലായിരുന്നു. ആ റെയിൽവേ പ്ലാറ്റ്ഫോമാണ് ഇന്ത്യയിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ 2ാമത്തെ പ്ലാറ്റ്ഫോമാണ്. ഏത് ഗോരഖ്പൂരോ? ആ, 1ാമത്തെ നമ്മുടെ ഹുബ്ലിയിലെയാ. അത് ശരി. വാരണാസി റിംഗ് റോഡ് ഇത്. വെൽക്കം ടു വാരണാസി ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയം പ്രൊജക്ട്. ക്രിക്കറ്റ് സ്റ്റേഡിയോ ഇഷ്ടംപോലെ സ്ഥലമല്ലേ ഉള്ളത്. ഇവിടെ അല്ല, ആര്യവേപ്പ് ഇഷ്ടം പോലെ ഉണ്ട്. ചൂടുള്ള സ്ഥലങ്ങളിലെ ഇപ്പം തമിഴ്നാട് പോലെയുള്ള ഒരു കാലാവസ്ഥയല്ലേ, അതുകൊണ്ട് അവിടെ എല്ലാം അരിവേപ്പ് ഉണ്ടാവും. അതേപോലെ തന്നെ കൊതുകും ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അത് ശരിയാ, ചൂടുണ്ടേ കൊതുകുണ്ട്. കൊതുകുണ്ട്, ഈച്ച ഉണ്ട് കണ്ടമാനം. തണുപ്പുള്ളടുത്ത് കൊതുക് കുറവാ. ആ, പോയുടെ ഉറക്കമൊക്കെ കഴിഞ്ഞോ? അങ്ങനെ ഉണ്ടായിരുന്നു. വർക്കും കുഴപ്പമൊന്നുമില്ലായിരുന്നു, സുഖമായിരുന്നു. വഴി നല്ലതായിരുന്നോണ്ടേ ഒന്നും അറിഞ്ഞില്ല. ഭയങ്കര കാറ്റാണ്, വണ്ടിയല്ലേ കാറ്റ് പിടിക്കുന്നുണ്ട്. കാറ്റ് ഭയങ്കര കാറ്റാ. ഇവിടെ ഇത്തിരി വേറെ കൃഷി കാണുന്നുണ്ട്. ഇത്ര നേരം ഗോതമ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഗോതമ്പിന്റെ സീസണാണ് ഇപ്പം. ഇനിയിപ്പം വെണ്ട കൃഷി ചെയ്യും, വഴുതനയൊക്കെ കൃഷി ചെയ്യും, അതിന്റെയൊക്കെ സീസണാണ് ഇനി. അതല്ല, ഇതല്ലേ മാവ് നിൽക്കുന്നത്. മാവും തോപ്പുണ്ട് ഇവിടെ ഇഷ്ടം പോലെ. മാമ്പഴമുള്ള സമയത്തൊന്നും നമ്മൾ ഒരിടത്തൂടെയും പോകുന്നില്ല. മാവ് കായ്ച്ചു നിൽക്കുന്നതാണ്. മാങ്ങ പഴുത്ത് കഴിഞ്ഞ് പോകുന്നില്ലല്ലേ. ആ, ഇതുണ്ട്. ഇതേ ഈ മാവിലെല്ലാം കണ്ണിമാങ്ങ ഉണ്ട്. ഇതേ ഒറ്റലോട് ആട്. അതേ ആ ആട്ടുവണ്ടി അതേ പോകുന്നു. ആടുവണ്ടി ആടുവണ്ടി. ഈ താഴെ കാണുന്ന NH19 ആഗ്ര കൊൽക്കത്ത ഹൈവേ. അങ്ങോട്ട് പോയാൽ കൊൽക്കത്ത, ബാക്ക് സൈഡിലേക്ക് ആഗ്ര. നമ്മൾ ആ ഹൈവേയിലോട്ടോ ഇതിലേ ഇങ്ങനെ കറങ്ങി അങ്ങ് ഇറങ്ങുന്നത്. അല്ലേ നമ്മൾ കറങ്ങാൻ പോവാന്ന് പറഞ്ഞേ. അതെ, നമ്മൾ കറങ്ങാൻ പോവാം. അവിടുന്ന് ഇങ്ങോട്ട് കയറി വരുന്ന വണ്ടികളാണ് ഇതെല്ലാം. മിർസാപൂർ, ഗോപിഗഞ്ച്. കാർപ്പറ്റ് സിറ്റി ബഡോദി. കാർപ്പറ്റ് സിറ്റി ആണോ ഇവിടെ? ഈ UP ന്ന് ഒരുപാട് ഈ പിന്നെ ഫാൻസി ഐറ്റംസ് ഒക്കെ, ലൈറ്റുകള്, പാത്രങ്ങള്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഈ UP ന്നാണ് വരുന്നത്. മഴക്കാറുള്ളതുകൊണ്ട് കണ്ടോ പടുതായൊക്കെ ഇടുന്നുണ്ടോ. ഈ ഒരു കുഞ്ഞു കൊച്ചല്ലേ അതിന് മുകളിൽ നിൽക്കുന്നത്. ആഗ്ര 590 കിലോമീറ്റർ. കൊച്ചു പിള്ളേരൊക്കെ ഈ ചെറുപ്പത്തിലെ ഇങ്ങനെ വണ്ടിയാ നടക്കുന്നേ. നല്ല മെടുക്കനൊരു കൊച്ച്. ഇന്നലെ നമ്മള് ലോഡ് കയറ്റിയില്ലേ, അപ്പൊ അതൊരു ട്രെയിലർ വന്നില്ല. ആ ട്രെയിലറിലും ഇതുപോലെ തന്നെ ആളുടെ കൂടെ ഒരു കുഞ്ഞു ചെറുക്കനുണ്ടായിരുന്നു. കിളിയാ. കുറച്ച് കഴിയുമ്പോ അവരൊക്കെ നല്ല ഡ്രൈവർമാരാവും. ഇന്നലെ ഉണ്ടായിരുന്ന ആ വണ്ടിയിലെ ഡ്രൈവറിലായിരുന്നു, MP കാരനാന്ന് ഞാൻ പറഞ്ഞില്ലേ, രാജേഷ് എന്ന് കൂട്ടിയൊരു പേരായിരുന്നു. പുള്ളിക്ക് ഇപ്പൊ 24 വയസ്സേ ഉള്ളൂ. ലോറിയെ പോകാൻ തുടങ്ങിയിട്ട് 13 വർഷമായി. 11 വയസ്സില് വണ്ടിയെ പോകാൻ തുടങ്ങിയതാ. वाराणसी विकास प्राधिकरण क्षेत्र में आगमन के लिए धन्यवाद. कानपुर 355, ലക്നൗ 318, പ്രയാഗ്രാജ് 106, കാശി ഇൻസ്റ്റിറ്റ്യൂട്ട്. അതാണ് കാശി എന്നാണല്ലോ വാരണാസിയുടെ പേര്. വാരണാസിയും ബനാറസും കാശി എല്ലാം ഒന്ന് തന്നെ. ഇവിടെ ഉള്ള ആൾക്കാർ കൂടുതലും ബനാറസ് എന്നാ പറയുന്നത്. ഇത് കിസാൻ കോളേജ് ആട്ടോ. ഡൽഹി 772 കിലോമീറ്റർ, കാൺപൂർ 304, പ്രയാഗ്രാജ് 96. പ്രയാഗ്രാജില് നോ എൻട്രിയാ ലോറിക്ക്. പകല് പോയാൽ പാടാം, പിന്നെ രാത്രിക്ക് അവിടെ പാസ്സാകാൻ പറ്റുള്ളൂ. പിന്നെ വഴിയും കുറച്ച് അവിടുന്ന് നമ്മള് പിന്നെ ഇങ്ങോട്ട് പോരുന്ന വഴി കുറച്ച് മോശമാണ്. അതുകൊണ്ട് നല്ല വഴി അങ്ങ് പോവാം, അതായിരിക്കും നല്ലത്. ആ വണ്ടി കണ്ടോ, അയ്യോ ആ വണ്ടിയുടെ ക്യാബിൻ കണ്ടോ, തീർന്നു പോയി. ലോകത്തിലെ ഏറ്റവും പ്രാചീന നഗരങ്ങളിലൊന്നാണ് ഈ വാരണാസി. ഈ വാരണാസി റിംഗ് റോഡ് ടൗണിൽ നിന്ന് ഒരു 10-15 കിലോമീറ്റർ ഔട്ടറിൽ കൂടെ പോകുന്നത്. ഇതെല്ലാം ഏതാണ്ട് കൊയ്ത്തൊക്കെ കഴിഞ്ഞ് വെച്ചേക്കുന്നുണ്ടോ. മണ്ണുകൊണ്ടുള്ള വീടാണ്. കണ്ടോ, പൊക്കമില്ലാത്ത വീടുകൾ. ചാണകം എന്ത് ഡിസൈനിലാണ് അവർ വെച്ചേക്കുന്നതെന്ന് നോക്കി.
എരുമയും പശുവൊക്കെ നിൽക്കുന്നത്. എരുമയോ കൂടുതലും. ഇതേ ചാണകം ഉണക്കി ഇവര് മഴക്കാലത്തേന് മുമ്പ് കത്തിക്കാൻ വേണ്ടി സൂക്ഷിച്ചു വെച്ചേക്കുന്ന. ഇനിയിപ്പോൾ നമ്മൾ സ്റ്റേറ്റ് ഹൈവേയിലൂടെയാണോ? സ്റ്റേറ്റ് ഹൈവേയാ. നമ്മൾ അങ്ങോട്ട് പോയ വഴിയല്ല ഇത് കേട്ടോ, വേറെ റൂട്ടാ. ഇത്രയും നേരം നമ്മൾ ഹൈവേ കൂടെ തന്നെ വന്നിട്ടേ ഒരു ആളും അനക്കമൊന്നും ഇല്ലായിരുന്നല്ലോ. വലിയ കാഴ്ചകളൊന്നുമില്ലായിരുന്നു. അത് നമുക്ക് സ്റ്റേറ്റ് ഹൈവേ കൂടെ ഇറങ്ങിയാൽ അപ്പോൾ ഒരു ലുക്ക് വന്നത്, കാണാൻ കുറച്ച് കാഴ്ചകൾ കിട്ടിയത്. ഡിവൈഡർ മൊത്തം വേസ്റ്റ് കിടക്കുന്നതാണോ? ഇത് 4 ലൈനാ. 4 ലൈനാ. പക്ഷെ പകുതി നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, ഒരു സൈഡ് മൊത്തം പാർക്കിങ്ങും കടയൊക്കെ. ഇങ്ങോട്ട് വന്നപ്പം വീതിയുണ്ട്, അവിടെ ഈ വീതി ഉള്ളതാ ഈ റോഡിന്. അതെ, അവിടെ ഒരു ചിക്കൻ കട കണ്ടു. അപ്പം അച്ഛ ചുമക്ക് മുത്തിന് നല്ല സൂപ്പ് വെച്ച് കൊടുക്കുകയാണല്ലേ, ചിലപ്പോൾ മുത്തിന്റെ ചുമ അങ്ങ് മാറും. ഇവിടെ നല്ല പിടയ്ക്കുന്ന മീനും ഉണ്ട് കേട്ടോ. ഇതിനെ കണ്ടിട്ട് മുഷി പോലെ ഇരിക്കുന്നു. മുഷി ഒരു നാടൻ കോഴി ഇറങ്ങില്ല. ഇപ്പഴേ ആപ്പാടെ ആ കോഴി 1.5 കിലോയേ ഉള്ളൂ കേട്ടോ. നമുക്കത് മതിയെന്നേ. അതെ. അപ്പൊ ഇനി പഴയങ്കഞ്ഞിയും ചിക്കൻ കറിയും കൂടെ കഴിക്കണമല്ലോ. പഴയങ്കഞ്ഞി കുഴപ്പമില്ലേ? നോക്കിയില്ല. 4 ലൈനൊക്കെ അവിടെ നിന്നുകൊണ്ട് തീർന്നു കേട്ടോ. ഇത് ഡബിൾ ലൈനാ. റെയിൽവേ ക്രോസിൻ്റെ ഇവിടെ നല്ല വീതിയുണ്ട്. ഇവിടെ കണ്ടോ 1, 2, 3, 4 ലൈനുണ്ട് കേട്ടോ. മദോസിംഗ് എന്ന് പറഞ്ഞ സ്റ്റേഷനാണ്. അതുകൊണ്ട് ഈ ഉന്തുവണ്ടിയിലെല്ലാം വെച്ചേക്കുന്നുണ്ട്. മറ്റേ ആ നീളമുള്ള വഴുതനങ്ങ പോലെ ഒരു പച്ചക്കറി. അതെ, അത് കുക്കുംബർ പോലെ കഴിക്കുന്നതാണെന്നാ തോന്നുന്നത്. മറ്റേ അതിങ്ങനെ കണ്ടിച്ച് ഉപ്പും മുളകൊക്കെ പുരട്ടി വണ്ടിയൊക്കെ വരുന്നിടത്ത് ഇങ്ങനെ ഓരോരുത്തരുടെ ബസ് സ്റ്റോപ്പിലൊക്കെ നിൽക്കുന്ന കാണത്തില്ലേ? അയ്യോ, എനിക്ക് വന്ന വേണം. ഞാൻ കഴിച്ചിട്ടില്ല. അതായിരുന്നില്ല കുക്കുംബർ പോലെ ഉള്ളൂ. നീ എവിടെയെങ്കിലും കാണുമ്പോഴട്ടെ. കുറച്ച് പച്ചക്കറിയൊക്കെ മേടിക്കുവായിരുന്നല്ലേ, കറിയൊക്കെ വെക്കായിരുന്നു നാളെയൊക്കെ. നമ്മളിനി അങ്ങോട്ട് തിരിച്ചു പോകുമ്പോ സാധാരണ അധികം കുക്കിംഗ് ഇല്ലല്ലോ. ഇപ്രാവശ്യം പക്ഷെ നേപ്പാളിൽ ചെന്നിട്ട് നമ്മള് കുക്ക് ചെയ്തില്ല. അതിന് പകരം വീട്ടിൽ കുക്ക് ചെയ്തു നമ്മള്. മിർജാപൂർ 10 കിലോമീറ്ററേ ഉള്ളൂ. റിവ 171. വെൽക്കം എങ്ങോട്ടാന്ന് കാണുന്നില്ലല്ലോ. മരം കേറി മറഞ്ഞു. യു പി ടൂറിസം വെൽക്കംസ് യു. ഇതുണ്ട് വട്ടത്തിൽ ആ പാദത്തിൽ പേട ഉണ്ടാക്കി വെച്ചേക്കുന്നത്. കൊറേ കടയുണ്ടായിരുന്നു. ഇന്ന് നമ്മള് രാവിലെ കാപ്പി കുടിക്കാൻ ചെന്നിടത്തും ഇതേ സെയിം പേട ഉണ്ടായിരുന്നു. വേണമെന്ന് ചോദിച്ചായിരുന്നു. വേണമെന്ന് ചോദിച്ചോ? വേണ്ടെന്നോ. നെയ്യും മധുരവും. ഇങ്ങോട്ട് വന്നപ്പോൾ വീണ്ടും 4 ലൈനായി. ചായ ഇടുക, വണ്ടി വീതിയുള്ളിടത്ത് നിർത്തുകയാണെങ്കിൽ നമുക്ക് ചായ ഇട്ട് കുടിച്ചിട്ട് പോകാം. ആഗ്രഹമുണ്ട്, പക്ഷെ വീതിയുള്ള സ്ഥലം കാണുന്നില്ല. യു പിയിലോട്ട് കയറിയാലേ ആളില്ലാത്ത സ്ഥലങ്ങൾ കുറവല്ലേ? യു പിയിലും ബംഗാളിലും ആസാമിലും ഒക്കെ ഇതുപോലെ തന്നെയാണ്. അവിടെ എന്ത് ചാണകം ഉണക്കി വെച്ചേക്കുന്നുണ്ട്. എല്ലാ വീടുകളുടെ മുറ്റത്തുണ്ട്. നോക്കിയതുണ്ട്, ഇവിടെ എല്ലാം ഉണ്ട്. പശുവുണ്ട്, എരുമയുണ്ട്. ഇത് എന്തോരല്ലേ ഉണക്കി വെച്ചേക്കുന്നത്. പണി കിട്ടിയെന്നാ തോന്നുന്നു. ഇവിടെ നോ എൻട്രി ഉണ്ടെന്ന് തോന്നുന്നു. ഈ ലോറികളെല്ലാം മിക്കവാറും അങ്ങോട്ട് പോകാൻ കിടക്കുന്ന വണ്ടി ആയിരിക്കണം. അവിടെ മുന്നിൽ എവിടെ ഇനിയിപ്പോൾ നിർത്ത് ചോദിക്കാം. ഇപ്പോഴേ ഇവിടെ നോ എൻട്രി ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെ അങ്ങനെ ഒതുക്ക്, ഞാൻ ചോദിച്ചിട്ട് വരാം വിശദമായിട്ട്. ഇവിടെ ഒരു 2 കിലോമീറ്ററേ ഉള്ളൂ, പക്ഷെ നോ എൻട്രി ലോറിക്ക്. അയ്യോ, 9:30 ആകുമ്പോഴേ നോ എൻട്രി കഴിയുള്ളൂ. 5:45. 5:45. സൂര്യൻ അസ്തമിക്കാറായി. ഉള്ള സമയം കൊണ്ട് വേഗം ചോറും കറിയൊക്കെ വെക്കാന്നാ. അപ്പോഴത്തേക്കും നോ എൻട്രി ടൈമും കഴിയും. അതെ, എന്നാ പിന്നെ അടുക്കളയൊക്കെ തുറക്കാൻ ആൾക്കാർ കാണാൻ വരും. അതെ അതെ. ഞാനിപ്പോൾ വണ്ടിയിൽ നിന്ന് അവിടെ നിന്ന് വന്ന് ഇറങ്ങുന്ന കണ്ടപ്പോൾ തന്നെ അവരെല്ലാം അവിടെ നിന്ന് ഒന്ന് നോക്കിയിട്ട് പോവാം. ഇനിയിപ്പോൾ നമ്മൾ കിച്ചനോട് തുറന്നു കഴിയുമ്പോൾ നല്ല കടുകിൻ്റെ മണം. ഇത് വണ്ടിയുടെ അടുത്ത് നിൽക്കുമ്പോൾ ആ ഫാക്ടറിയിൽ നിന്ന് അതേ സ്മെല്ലാ. കേരളക്കാർ. चलाते हैं? दोनों चलाते हैं. बेटी भी गाड़ी चलाते हैं. മഴ പെയ്യുമെന്ന് തോന്നുന്നു കേട്ടോ. മഴ പെയ്യണേ അങ്ങോട്ട് വെച്ചോളാൻ. അവിടെ ഷെഡൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് മഴ പെയ്യുമെന്ന് തോന്നുന്നു. പെയ്യുന്ന ലക്ഷണമുണ്ട്. സവോള ഉണ്ട്, ഇഞ്ചിയും വെളുത്തുള്ളിയും ലേശമേ ഉള്ളൂ. സൂപ്പ് വെക്കാനും കറി വെക്കാനോടുള്ള ഇല്ല. സൂപ്പിനുള്ളത് കഷ്ടിച്ചു. എത്ര പച്ചക്കറികളുടെ പുറകിലുണ്ടായിരുന്നു. അതിപ്പോൾ ഓർത്തോ ഇനി മുന്നോട്ട് പോകുന്നിടത്ത് കാണുമെന്നല്ലേ ഓർത്തോ. ഇപ്പോൾ ഇവിടെ വന്ന് ബ്ലോക്കിൽ പെടുമെന്ന് ആരറിഞ്ഞു. നമുക്ക് ചായക്ക് പോരെ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് പാല് കുടിക്കാം. ജലദോഷത്തിനൊക്കെ നല്ല. ആർക്ക് ജലദോഷം? മുത്തിന്. ചുമക്ക്. ചൂടോടെ ആ പാലങ്ങോട്ട് കുടിക്കും. ഊതി കുടിച്ചോ. ഊതി കുടിച്ചോ. അല്ലേ തന്നെ ആവി എടുക്കുന്നു.
ചൂടായി. വലിയ ചൂടൊന്നും ഇല്ല ഇപ്പം. ഇപ്പൊ മഴ പെയ്യും മിക്കവാറും. മഴ പെയ്യാനുള്ളതിന് മുന്നേ ഉള്ള രാവിലെ അതുപോലത്തെ ചൂട്. കുറച്ച് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും മല്ലിയിലയും കൂടെ മേടിച്ചിട്ട് വേഗം വരണം. അവിടെ കാഴ്ചയും കണ്ട് രണ്ടുപേരോട് നിന്നേക്കില്ല, സമയം പോവും. ഏറ്റവും കൂടുതൽ ധൃതിയുള്ള വണ്ടിക്കാരും മുന്നേ കയറ്റിയിട്ടുണ്ട് ടിപ്പറുകാരാ കേട്ടോ. അവർക്കടുത്ത് ലോഡ് എടുക്കാൻ വേണ്ടി പോകാനുണ്ട്. കണ്ടല്ലേ, മുമ്പേ 2-3 ടിപ്പർ കയറി പോകുന്നുണ്ട്. അവരെല്ലാം ഫ്രണ്ടിലിട്ടേക്കാം. അപ്പം എപ്പം നോയൻഡർ കഴിയോ അന്നേരം എടുത്ത് പറക്കും. അതെ, ഇതൊരു പലചരക്കടയാണ്. പലചരക്കട അത്യാവശ്യം പച്ചക്കറി ഉണ്ട്. മിർച്ചി അതെ, മുളകും പച്ചമുളകും ഇതും കിട്ടിയില്ല, മല്ലിയിലയും. അത് രണ്ടും മേടിക്കാൻ അച്ഛൻ അവിടെ നിൽപ്പുണ്ട്. ഇപ്പോൾ കൊണ്ടുവരും. ഒരാൾക്ക് അകത്തിരിക്കുന്ന പിണ്ണാക്കിൻ്റെ മണം കിട്ടിയെന്ന് തോന്നുന്നു. കുറച്ച് നേരെ അവിടെ ഒന്ന് മണത്ത് നോക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ പറഞ്ഞ പോലല്ലേ നോക്കി, എത്ര സമയം വിട്ടിട്ട്. അതെ, പറമ്പിൽ പോയി പറിച്ചോണ്ട് വന്നാ ഞങ്ങള് കണ്ടോ അവിടെ ഫോണും വിളിച്ച് നിൽക്കുന്നത്. കൊറേ നേരം അല്ല അവിടെ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട്. പച്ചമുളകും കേട്ടോ. ഏത് പറമ്പിലാ പോയത്? എല്ലാവരും ഓടിച്ചു. കടയിലേ അല്ലേ എന്നൊരിത്? കടയില് സാധനം തീർന്നായിരുന്നു. കടയില് തീർന്നിട്ട് ആ പുള്ളിയുടെ പിള്ളേരെ വിളിച്ചിട്ട് പറിച്ചോണ്ട് വരാൻ പറഞ്ഞു. പച്ചമുളകും കുറച്ച് അവിടെ കണ്ടു പോയി പറിച്ചോണ്ട് വന്നാ. സാധനം എല്ലാം ഫ്രഷ് സാധനം. വേന്ന് ഇതുണ്ടാക്ക്, സൂപ്പ്. സൂപ്പ് പോയി അല്ല, രണ്ടടുപ്പുണ്ട്. രണ്ടടുപ്പ് വേണോ? രണ്ടടുപ്പ് 3 വേണോ? 3 തരാം. അതിനുള്ള ഇടയില്ലല്ലോ. മനസ്സിലായല്ലോ ആരാ സൂപ്പ് വെച്ചെന്ന്? ഏത് ഏത് ഞാനാ വെച്ചത്. അല്ല, ഞാൻ ഇൻഗ്രീഡിയൻസ് ഒക്കെ പറഞ്ഞു കൊടുത്ത് ഇട്ടും കൊടുത്തു. പറഞ്ഞു കൊടുത്താ ശരി. ഇട്ടും തന്നു. പറഞ്ഞു കൊടുത്തെന്ന് പറഞ്ഞാ ശരിയാ. ഇട്ടും തന്നു. ഞാൻ ഇട്ട മൊത്തം ഞാനാ. അത് പറയണ്ട, പറഞ്ഞു കൊടുത്തെന്ന്. അല്ല, ഞാൻ മറന്നുപോയി. എന്നാ ഒന്നുകൂടെ ഓർത്തെടുത്ത് വെച്ചു. ഇതന്നെ ആദ്യം കറിയാണോ വെക്കുന്നത്? ആദ്യം കറി വേണം. കറി വേവാനല്ലേ താമസം. കറി കുക്കറിനകത്തൊന്നും അല്ല വെക്കുന്നത്. അപ്പോൾ നമുക്ക് കറി വെച്ചിട്ട് നമുക്ക് സൂപ്പ് ഉണ്ടാക്കാം. പിന്നെ തൈര് മേടിച്ചിരിക്കുന്നത് മോര് കാച്ചി വെക്കണം, അല്ലേ അതിനെയും കൊള്ളത്തില്ല. ഇന്ന് വെളുത്തുള്ളി ഇഞ്ചി ഒന്നും ചതയ്ക്കുന്നില്ല, ചുമ്മാ ചതച്ചിടാമല്ലായിരുന്നോ? ചതയ്ക്കാനൊന്നും സമയമില്ല, സമയം പോയി. ഇനി മോര് കാച്ചണം, സൂപ്പ് ഉണ്ടാക്കണം. ഇഞ്ചി വെളുത്തുള്ളിക്ക് മൂത്തോന്ന് നോക്കാൻ. അയ്യോ, സവോള ഇട്ടേക്കാം. ആദ്യം ഇച്ചിരി ഇഞ്ചി എടുത്ത് വെച്ചാൽ അതിപ്പോൾ അതുകൂടെ കുടഞ്ഞിട്ടേനെ അരിയാതെ. ഇഞ്ചി ഇഷ്ടം പോലെ മേടിച്ചിട്ടുണ്ട് ആവശ്യത്തിന്. അധികം ആയാൽ അമൃതം വിഷമെന്നാ. അപ്പോൾ ഈ സവോളയൊക്കെ വഴന്ന് വരുമ്പോഴത്തേനും നമുക്ക് മോര് കാച്ചാം. തൈരിരിക്കുന്നതല്ലേ ചിത്തയാ പോലെ. ഇനിയിപ്പോൾ രാത്രി ആർക്കും തൈരൊന്നും കുടിക്കാൻ വേണ്ടല്ലോ. തൈര് മോര് കാച്ചുന്നതല്ലേ, എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല. മോരാണെ കഴിക്കാമല്ലോ അല്ലേ? മുത്തി വെച്ച താളിച്ച മോര് കാച്ചാൻ അറിയാവുന്നൊക്കെ. ഞാനിത് എണ്ണയ്ക്കകത്ത് താളിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. കണ്ടോണം കേട്ടോ. അപ്പോൾ കുറച്ച് നമ്മൾ ജീരകം ഇട്ടു. ചെറുജീരകം? ചെറിയ ജീരകം. പിന്നെ കുറച്ച് കടുക് ഇട്ടു. പിന്നെ കുറച്ച് ഉലുവ ഇട്ടു. ഇട്ടില്ല, ഇടാൻ പോവാട്ടോ. ഉലുവയൊക്കെ ഇട്ടാലേ മോര് കാച്ചതിനൊരു ടേസ്റ്റുള്ളൂ. പിന്നെ നമുക്ക് അതിനകത്തോട്ട് 2 വറ്റൽമുളക് അരിഞ്ഞിടാം. കത്തി എന്ത് ചെയ്യണോ? കീറിയിട്ടാ മതി കഴിക്കും. എന്നിട്ട് പിന്നെ എൻ്റെ കൈയല്ലേ നീറുന്നത്. വേണ്ട, ഈ കീറിയിട്ട് ഞാൻ അറിയാൻ പറ്റത്തില്ല. വീട്ടിൽ അടുക്കള കയറുമ്പോ ചോദിക്കുന്നല്ലോ, വീട് കത്തിക്കുവോ? ഇതിനകത്തോട്ട് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി. ചുമ്മാ ഇടണോ ഇഞ്ചിയൊക്കെ? അത് വെളുത്തുള്ളി ഇഞ്ചി അരിഞ്ഞിടാം. വെളുത്തുള്ളി ചുമ്മാ ഇട്ടാൽ മതി. എല്ലാം കൂടെ മൂത്ത് പോകുമല്ലോ. ഇച്ചിരി വറ്റൽമുളകേ മൂത്ത് പോകത്തുള്ളൂ. ഇഞ്ചി ഇട്ടില്ലേലും കുഴപ്പമില്ല. വെളുത്തുള്ളി ഇച്ചിരി ഏറെ ഇടുവാണെങ്കിൽ നല്ലതാണ്. ഇനിയും പൊളിച്ചോളൂ. ആണോ? പിന്നെ അത് മുഴുവൻ ഇട്ടേക്കാം. ചെറിയ ജീരകം, കടുക്, ഉലുവ, വറ്റൽമുളക്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഇത്രയും സാധനം എണ്ണയ്ക്കകത്തിട്ടിട്ടുണ്ട്. അപ്പോൾ ലേശം മഞ്ഞൾ പൊടിയും കുറച്ച് മുളക് പൊടി. മുളക് പൊടി തന്നെയാണല്ലോ അല്ലേ? നമ്മത്തെ ഇത് പിടിച്ച് അടച്ചില്ല. അല്ല, അത് മുള കണ്ണുപോയോ? ഞാനേ വർത്താനൊക്കെ പറഞ്ഞാലേ അതെന്നാന്നറിയോ? ആ ലൈറ്റിന്റെ കളർ കൊണ്ടാ. ലൈറ്റ് ആ കളർ ആയതുകൊണ്ടാ. ആ മുളക് ഇച്ചിരി മൂത്ത് പോയി കണ്ടോ? ഉണ്ടോ? അന്നേരം വേറെ കാര്യം പറഞ്ഞോണ്ടിരുന്നു. ആര്? ഇപ്പൊ പുളിശ്ശേരി റെഡി. വെള്ളം ഒഴിക്കണ്ടേ? ഓ, പുളിശ്ശേരിക്ക് ഒട്ടും വെള്ളം ഒഴിച്ചില്ലേ?
ഇതിനകത്ത് ഒട്ടും വെള്ളം ഒഴിച്ചില്ല. വീട്ടിലാണെങ്കിൽ നല്ലപോലെ ഉടച്ചിട്ടൊക്കെയാണ് ചേർക്കുന്നത്. നമ്മളിപ്പോൾ അതിനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ പാത്രത്തിനകത്ത് വെച്ച് ഉടയ്ക്കാൻ പറ്റിയല്ലേ. ഇത് ഈ മോര് കാച്ചി തിളയ്ക്കരുത്, പിന്നെ തണുത്ത് കഴിഞ്ഞിട്ട് അതിനകത്ത് ഉപ്പി ഇറക്കാവുള്ളൂ. ഇപ്പോൾ ഉപ്പി ഇറക്കരുത്. അങ്ങനെയാണോ? അങ്ങനെയൊക്കെയുണ്ട്. ഞാനൊരു ലൊട്ടിലൊടുക്ക് മോര് കാച്ചിയതാണ് കേട്ടോ. അല്ല നമ്മൾ പുളിശ്ശേരിയൊക്കെ കാച്ചുന്ന പിന്നെ വെള്ളരിക്കായ കുമ്പളങ്ങ ഒക്കെ ഇട്ട് കാച്ചാം, പിന്നെ ഏത്തപ്പഴം ഇട്ട് കാച്ചാം, പച്ചയേത്തക്ക ഇട്ട് കാച്ചാം, കറിവേപ്പില വേണം. അതെ, പൈനാപ്പിൾ ഇടണം. കറിവേപ്പിലയൊക്കെ ഇട്ടാലേ ഒരു ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ വഴന്നു വന്നിട്ട് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അയ്യോ, ചിക്കൻ വറുത്തത് പിന്നെ ചുമക്ക് കൊള്ളത്തില്ല. നീ വറക്കാനൂടെ നിന്നാലേ. അതെ, പോണ്ടേ ഇവിടുന്ന്. എന്താണേലും നോ എൻട്രി കിടക്കാം. ഞാൻ ഉണ്ടല്ലോ നോ എൻട്രി വരുന്നതിന് മുന്നേ ഉണ്ടല്ലോ വഴിയെടുത്ത് നോക്കി. നമ്മൾ എപ്പോൾ ചെല്ലും എന്നറിയാൻ വേണ്ടി ഒന്ന് മാപ്പിലെടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ 1.5 മണിക്കൂറിൽ നമ്മൾ ഇവിടെ മധ്യപ്രദേശ് ക്രോസ് ചെയ്യും. 1.5 മണിക്കൂർ. 1.5 മണിക്കൂർ. അത് പക്ഷെ കാറിൻ്റെ ആണ് കാണിക്കുന്നത്, ട്രക്കിൻ്റെ ഇല്ലല്ലോ ഇവിടെ. അതാണ്. ഇപ്പോൾ കുരുമുളക് പൊടി അല്ല, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, മഞ്ഞൾ പൊടി. അപ്പോൾ ഈ പൊടിയൊക്കെ നല്ലപോലെ മൂപ്പിക്കാം. സവോളയൊക്കെ ആയിട്ട് ചേർത്ത് നല്ലപോലെ. അത് അരപ്പൊക്കെ മൂത്ത് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇറച്ചി 1 കിലോ ഉള്ളൂ, 1.25 കിലോ കഷ്ടിയേ ഉള്ളൂ. അപ്പോൾ അത് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. നാടൻ ചിക്കൻ ആയതുകൊണ്ടേ വേവാൻ ഇത്തിരി സമയം എടുക്കുമായിരിക്കും. അപ്പോഴേ ഇനി നമുക്ക് സൂപ്പ് ഉണ്ടാക്കാം. നാടൻ സൂപ്പ്. സൂപ്പ് വെക്കാൻ തുടങ്ങുന്നതല്ലേ ഉള്ളൂ. ഒരാൾ ചുമ തുടങ്ങിയപ്പോൾ തൊട്ട് സൂപ്പ് ഉണ്ടാക്കാം. ഞാനൊരു സൂപ്പ് ഉണ്ടാക്കി കൊടുത്തു. ഭയങ്കര ബിൽഡപ്പ് ആയിരുന്നു. എന്നിട്ട് എന്ത് ചെയ്യല്ലേ? ആരെയും കാണുന്നില്ല. ഞാൻ ഉണ്ടാക്കാം. ഈ മാറിക്കോ. ഇനി എന്നാ ഉണ്ടാക്കാറ്? എല്ലാം ഇവിടെ റെഡിയാക്കി എടുത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഉണ്ടാക്കാന്ന്. കൈപ്പുണ്യമായിരിക്കും കേട്ടോ ചിലപ്പം. ഞാൻ ഉണ്ടാക്കിയാൽ ആ പുണ്യം കിട്ടുമോയെന്ന് എനിക്കറിയത്തില്ല. അത് ഇങ്ങനൊന്നും അല്ല ഞാൻ സൂപ്പ് ഉണ്ടാക്കുന്നത്. ഇത് താൻ കുടിക്കുന്ന സൂപ്പല്ല ഇത്. ഇത് ചുമ്മാ മരുന്നിനുള്ള സൂപ്പാണ്. ശകലം ജീരകം, 2 കറുവാപ്പട്ട, ഗ്രാമ്പൂ, പിന്നെ ഇതേ കുരുമുളകൊക്കെ തപ്പിയെടുക്കണമല്ലോ. കുരുമുളക് ഇച്ചിരി കൂടുതലിട്ടു. കുരുമുളക് പൊടിയും കൂടി ഇടാം. കുരുമുളക് പൊടി ഇട്ടാൽ പോരാല്ലേ എളുപ്പം? അത് ഏലക്കിടല്. ഏലക്കെനിക്ക് ഇഷ്ടമല്ല. ഏലക്കും കുരുമുളകും മിക്സാ. അത് ഞാനേ തനിക്ക് ബിരിയാണിയൊക്കെ ഉണ്ടാക്കണമല്ലോ എന്ന് ഓർത്ത് കൊണ്ടുവന്ന എല്ലാം കൂടെ. കുഴപ്പമില്ല, സമയമുണ്ട് ബിരിയാണി ഉണ്ടാക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതെല്ലാം ഇട്ടു. പിന്നെ എന്നാ ചേട്ടാ ഒന്ന് പറഞ്ഞു തന്നെ, ഓർത്തെടുത്ത് എന്തൊക്കെയാണ് ചേർത്തേന്ന്. ഞാൻ തന്നെയല്ലേ ഉണ്ടാക്കിയത്. എന്നോട് നീ പറഞ്ഞ അനുസരിച്ച് ഞാൻ ഉണ്ടാക്കിയത്. ഇപ്പൊ 2 പേർക്കും ഓർമ്മയില്ല. അപ്പം ഇനി വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ഇടാം. പിന്നെ ഇതേ കുറച്ച് ജാതിപത്രിയൊക്കെ വയറിനൊക്കെ നല്ല കിടക്കട്ടെ. അപ്പോൾ ഇനി നമുക്കിത് വഴറ്റാം. മഞ്ഞപ്പൊടിയാണോ? മഞ്ഞപ്പൊടിയൊക്കെ ഇടണം. ചുമന്നുള്ളിയൊക്കെ വേണ്ടിയായിരുന്നേ. ചുമന്നുള്ളി ഇല്ലാത്തതുകൊണ്ട് ഇടുന്നില്ല. പകരം നമ്മൾ സവോള ഇടുന്നില്ല. ലേശം മഞ്ഞൾ പൊടി ഇട്ടു. ഇപ്പം എന്ത് തൻ്റെ ചിക്കൻ എന്ത് ചെയ്യും? ബ്രോത്തല്ലേ ചിക്കന്? അത് ചിക്കൻ്റെ ഇത്ര എല്ലോ ഒക്കെ കൂടി ഇടാം. നല്ല അയ്യോ, ഇത് ചെറുതാക്കി ഇടണമായിരുന്നോ? ഞാൻ ചെറുതാക്കി മറന്നുപോയി. ഇത് ചിക്കൻ തോരനാണ്. ചിക്കൻ ഇച്ചിരി ചെറുതാക്കണമായിരുന്നു. അത് മറന്നുപോയി. അത് കുഴപ്പമില്ല, വേഗം കുക്കറിനകത്തല്ല, അതുകൊണ്ട് സാരമില്ല. ഇനി കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾ ഇട്ടില്ല. മഞ്ഞൾപ്പൊടി ഇട്ടു. ഇതൊക്കെ മതി. ഇതൊക്കെ സൂപ്പായിട്ട് കുടിക്കാനല്ലേ ഇവിടെ ടേസ്റ്റ് ആയിരിക്കും. മുത്തേ ലാസ്റ്റ് ഇച്ചിരി മല്ലിയിലൊക്കെ കൂടി നമുക്കിടാം. മുത്ത് പറയും ഇനി അമ്മ പിന്നെ സൂപ്പ് ഉണ്ടാക്കി തന്നാൽ മതി എന്ന് പറയും. സൂപ്പല്ലേ, ഇച്ചിരി വെള്ളമൊക്കെ ഇരുന്നോട്ടെ. സൂപ്പിന് വെള്ളമാ വേണ്ടത്. ചിക്കൻ മുങ്ങുന്ന പോലെ വേണം അതോ? പിന്നെ വേണം. അല്ല, മുങ്ങി ഇനി കൂടുതൽ വേണം. ഇല്ല, ഇച്ചിരി കൂടെ ഒഴിച്ചോ. ശാലോടെ വേണം. നാടൻ കോഴിയല്ലേ, വേണം ഇച്ചിരി. 2 വിസിലും കടിച്ചാലും. ഇച്ചിരി ഉപ്പും കൂടി ഇട്ടേക്കാം. അപ്പോൾ അതെ, നാടൻ ചിക്കൻ സൂപ്പ് റെഡി ആയിട്ടുണ്ട്.
ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ അരിഞ്ഞിടാം. കുറച്ച് ഞാൻ അരിഞ്ഞിട്ടായിരുന്നു. മതി 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 ഓവറാക്കണ്ട. ഇനി എരിവൊക്കെ കുറവാണെന്ന് തോന്നിയാൽ എരിവും ഉപ്പും ഒക്കെ ഇനി ചേർത്ത് കൊടുക്കാം നമുക്ക് വേണമെങ്കിൽ. കണ്ടോ, ഇതിനകത്ത് ചുവന്നുള്ളിയും കറിവേപ്പിലയും ഇല്ലെന്നുള്ളൂ. പിന്നെ കൊഴുപ്പിന് വേണമെങ്കിൽ നമുക്ക് കോൺഫ്ലവർ ഇച്ചിരി ചേർത്ത് കൊടുക്കാം. സൂപ്പ് കൊള്ളാം. കണ്ടോ, എനിക്ക് ഇതിലൊട്ടും പ്രതീക്ഷയില്ലായിരുന്നു, പക്ഷെ നല്ല മല്ലിയില ഇടുന്നതിന് മുന്നേ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ട. മല്ലിയിലയും കൂടെ ഇട്ടാലേ അതൊരു പൂർണ്ണതയിലെത്തുള്ളൂ. അതെ. അപ്പോൾ നമ്മുടെ നാടൻ ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയൊക്കെ ഇട്ട് ശകലം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനിയേ ഇതൊരു ശകലം നേരം അടച്ച് വെക്കാം. അപ്പോൾ മല്ലിയിലയുടെ മണമൊക്കെ ഞാൻ പറഞ്ഞു. ചിക്കൻ കറിയൊക്കെ വെന്ത് കുറച്ച് നേരം ആയിരിക്കാൻ തുടങ്ങിയിട്ട് ചിക്കൻ കറിയും കഞ്ഞിയും കൂടെ കഴിച്ചേക്കാം. കഞ്ഞിക്ക് കുഴപ്പമൊന്നുമില്ല, ഏസിക്കകത്തൊക്കെ ഇരുന്നുകൊണ്ട്. ചിക്കൻ കറി ഒന്നും വേണ്ട, മോര് കാച്ചിയത് മതിയല്ലേ മുത്തേ കഞ്ഞിക്ക്? മോര് കാച്ചിയത് കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. ചിക്കൻ വെക്കണ്ടായിരുന്നു അല്ലേ? ചിക്കൻ വെക്കേണ്ട ആവശ്യമില്ലായിരുന്നു, മോര് അത്രയ്ക്ക് കൊള്ളാം. നല്ല ഇപ്പം നോ എൻട്രി ഒക്കെ കഴിഞ്ഞ് വണ്ടികളെല്ലാം പോകാൻ തുടങ്ങി. 9 മണി വരെ ഉള്ളായിരുന്നു, 9 മണി കഴിഞ്ഞ്. ടിപ്പറുകാരാ ആദ്യം പോകുന്നത്. ധൃതിയുള്ളവരെല്ലാം ആദ്യം പോട്ടെ, നമുക്കത് കഴിച്ച് പതുക്കെ പുറകെ പോവാം. ധൃതിയുള്ള കുറച്ച് വണ്ടിക്കാർ പോയി, ബാക്കിയുള്ളവർ പോയിട്ടില്ല. കുറച്ചുകൂടെ കഴിഞ്ഞ് പോകാൻ നിൽക്കുക. സമയം കഴിയുന്നല്ലേ ഉള്ളൂ. 9 മണി ആയിരിക്കും വണ്ടിയെല്ലാം എടുത്ത്. 9 മണി ആയപ്പോൾ തൊട്ട് വണ്ടി എടുത്ത് പോയി. പക്ഷെ ആ മുന്നിലത്തെ വണ്ടിക്കാരൻ പറഞ്ഞ 9:30 എന്നായിരുന്നു പറഞ്ഞേ. അപ്പം ആദ്യം ഈ തിരക്കുണ്ടാവും ഈ ടിപ്പറുകാരുടെ എല്ലാവേ. അപ്പം അതൊക്കെ പോവാണെങ്കിൽ ട്രാഫിക് ഇല്ല അങ്ങ് പോവാം. അതിനുകൊണ്ടാ ഇപ്പൊ പോയാലും അവിടെ എല്ലാം കൂടെ ചെന്ന് ജാമായി നോക്കി കിടക്കേണ്ടി വരും. അതിനും ഭേദം അവിടെ ഒരു തട്ടുണ്ടായിരുന്നോണ്ട് പാത്രം കഴുകാൻ എളുപ്പമുണ്ടായിരുന്നല്ലേ? അയ്യോ അതെ അതെ, അല്ലല്ലേ. പാത്രം കഴുകൊക്കെ ഇച്ചിരി പാടാ. കഴിഞ്ഞ ദിവസം അവിടെ അടുക്കള എന്നോ പറഞ്ഞില്ലേ പാത്രം കഴുകാൻ പാടാന്ന്? ആര് പറഞ്ഞു? ചേട്ടായി പറഞ്ഞില്ലേ? പാത്രം കഴുകാനല്ല, ഇറച്ചി മുറുക്കുന്ന കാര്യം പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് പാത്രം കഴുകുന്നു. അപ്പോൾ ലോറികളെല്ലാം ചെന്ന് 2 ലൈനിലും ഇപ്പം നിലവിൽ ബ്ലോക്കായിട്ട് നിൽക്കുക. വണ്ടിയെ വിടാൻ തുടങ്ങിയില്ലെന്ന് തോന്നുന്നു. ഒരു പിക്കപ്പ് നിറച്ച ആൾക്കാർ. പിക്കപ്പുകാരനാണ് ഡിവൈഡറെ കൂടെ കയറി ഇപ്പറേ ഇറങ്ങി ഓപ്പോസിറ്റ് സൈഡ് ചാടി എന്നിട്ട് പോവാ. കാറുകാരും അല്ല അതിലൂടെ കയറ്റിക്കൊണ്ട് പോവാ കേട്ടോ. ഡിവൈഡറിന് വലിയ പൊക്കമില്ല. ബീഹാർ വണ്ടിയാണ്. നേരത്തെ അറിഞ്ഞിട്ടില്ല ഇതുണ്ടോ, ഇവിടെ വരെ ലോറികൾ 2 ലൈനുമായിട്ട് വന്ന് കിടക്കുക. നമ്മുടെ വണ്ടി കിടക്കുന്നതിന് തൊട്ട് പുറകെ വരെ വണ്ടികളുണ്ട്. ഇതങ്ങ് പുറകോട്ട് കിടക്കുക. ടിപ്പറുകാരനും അതിലെ ചാടി കയറി പോയേക്കുക. എന്നാ ചെയ്യുമെന്ന് പറ. ഇങ്ങനെ വണ്ടി ചെല്ലുന്നതുകൊണ്ട് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വണ്ടി വരുമ്പോഴും വഴി മൊത്തം ബ്ലോക്കായിരിക്കും. അവിടെ നിന്ന് വണ്ടി വിടാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കും പതുക്കെ അങ്ങ് പോകാം. നമ്മളും പതുക്കെ ലൈനിലേക്ക് കയറി. ഇങ്ങോട്ട് അധികം വണ്ടി വരുന്നില്ല, അങ്ങോട്ടാ പോകുന്നത്. അതെ ഞാനും ആലോചിക്കുന്നേ. ഇങ്ങോട്ട് എങ്ങനെ വരും? റൈറ്റ് സൈഡ് ബ്ലോക്കാ. അതേന്ന് തോന്നി. ഇത് കണ്ടല്ലേ, ഇതുപോലെ വണ്ടി കയറി ചെല്ലുകയല്ലേ. അവിടെ നിന്ന് ഇങ്ങോട്ട് വണ്ടി വരാൻ തുടങ്ങിയില്ല. ഇങ്ങോട്ട് വരുന്നുണ്ട്, അത് കണ്ടില്ലേ. അപ്പുറം കണ്ട എല്ലാം വണ്ടി റോങ് സൈഡിൽ കയറി പോയാലെല്ലാം അവിടെ ഒതുക്കിയേക്കുക. ഒരെണ്ണം അല്ല, എത്ര വണ്ടിയാണ് ഡിവൈഡറെ കയറി. അതിനനുസരിച്ച് അങ്ങോട്ട് നിന്നിട്ട് മൊത്തം ബ്ലോക്ക് ആയി കണ്ടില്ലേ. എൻ്റെ പൊന്നെ, ആ വഴിക്കൂടെ ആ വല സൈഡിൽ നിന്നും വണ്ടികൾ കുറേ ലോറി തന്നെ വരുന്നുണ്ട് ഇഷ്ടം പോലെ. യുപിയിൽ ഇത്രയും ഹൈവേകൾ വന്നെന്ന് പറഞ്ഞിട്ട് പോയി. ഇതൊരു മെയിൻ ടൗണാണ് ഈ മിർസാപൂര്. ഇതിന് ഒരു ബൈപ്പാസ് ഇല്ലെന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടമാണ്. മാറി. അതെ അതെ, ഇത് മാറിയെന്ന് പറയാൻ പറ്റില്ല. അങ്ങോട്ട് പോകുന്ന വണ്ടികളുണ്ട്, ഇതിങ്ങോട്ട് തിരിയാണ്. 4 ലൈൻ തീർന്നു, ഇവിടെ 2 ലൈൻ. ഇനി നമ്മളിവിടെ വന്നത് ഗംഗാനദി ക്രോസ് ചെയ്യാൻ പോവാ. ഗംഗാജി ഇവിടെ ബൈപ്പാസ് പണിയണമെങ്കിൽ ഗംഗാജിക്ക് കുറുകെ വലിയ പാലം പണിയണം. അതുകൊണ്ട് നല്ല ചെലവ് വരും. അതുകൊണ്ടായിരിക്കും താമസിക്കുന്നത്. ഗംഗാനദിയിൽ ഇഷ്ടം പോലെ വെള്ളമുണ്ട്. ഇഷ്ടം പോലെ വെള്ളമാണ്. നമ്മൾ വന്ന സമയത്ത് വരികയായിരുന്നെങ്കിൽ പകല് ഇതെല്ലാം കണ്ടുപോകായിരുന്നു. ബൈക്കുകാർ പോകുന്നുണ്ടോ ഇല്ലാന്ന് വഴിയില്ല. അപ്പൊ നമ്മള് ഗംഗാനദിയൊക്കെ കടന്നത് ഇക്കരയെത്തി. മിർജാപൂർ ഇടുങ്ങിയ വഴിയാണ്, അതുകൊണ്ടാണ് ഇവിടെ നോ എൻട്രി വെച്ചേക്കുന്ന ട്രക്കിന്. ഇതുണ്ടോ, നമുക്ക് നേരെ പോകണ്ടേ റിവ. ഇവിടുന്ന് ലെഫ്റ്റ് ചേർന്ന റിവ ഒക്കെ ലെഫ്റ്റ്. പ്രയാഗ്രാജ് റൈറ്റിലേക്ക് 90 കിലോമീറ്ററേ ഉള്ളൂ. ഇതന്നെ തിരഹ, നത്വ തിരഹ. മലയാളം ചോദിച്ചിരുന്നു.
അതിൻ്റെ ക്ഷേത്രത്തിൻ്റെയാന്ന് തോന്നുന്നു. എന്തോ ഒരു ലോറികൾ തന്നെ അല്ലേ? എന്ത് ലോറികളാണ് ഇവിടെ. ഒരു ബൈപ്പാസ് അർജൻറ്റാണ് പറയുകയാണ്. ഇത്രയും കാലമായിട്ടും ബൈപ്പാസ് ആകാത്ത ഭയങ്കര എന്ത് വണ്ടികളാണ് വന്നുകൊണ്ടിരിക്കുന്നതെന്ന് നോക്കിയേ. വണ്ടികളിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്, ലോറികൾ തന്നെ. ഇപ്പോൾ അതേ നമ്മൾ വന്ന് ഹൈവേ കയറിയില്ല, ഈ മുകളിലത്തെ ഹൈവേ കൂടെ നമുക്ക് പോകണ്ടേ. റൈറ്റ് എടുത്ത് നേരെ സർവീസ് റോഡിൽ കൂടെ ചെന്ന് ഹൈവേയിലേക്ക് കയറാം. ഈ ലൈറ്റ് ഉണ്ടോ? നല്ല രസമല്ലേ? ഇപ്പം വീണ്ടും നമ്മൾ വന്ന് ഹൈവേയിലേക്ക് കയറി. ഹനുമാന 59 കിലോമീറ്റർ, റിവ 151. അപ്പോൾ അതെ സമയം 1 മണിയായി. അപ്പം എനിക്ക് ഉറക്കം വന്നു, ഞാനതുകൊണ്ട് നിർത്തി. അടുത്ത ആളുകൾ ഡ്യൂട്ടി ഏൽപ്പിച്ചു. നല്ല കാറ്റാ വെളിയിൽ, തണുപ്പും നല്ല കാറ്റാ. എനിക്ക് വെളിയിൽ ഇറങ്ങിയപ്പോൾ ഇഷ്ടപ്പെട്ടു. ഡീസലൊക്കെ ഫുൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഡീസൽ ഫുൾ ചെയ്താ? ഫുൾ ടാങ്ക് അടിച്ചു. ഡീസൽ ഫുൾ ചെയ്തൊന്നും ഞാൻ അറിഞ്ഞില്ല, നല്ല ഉറക്കമായിരുന്നു. അതുപോലെ ഇപ്പം ഇതിലേ നമ്മൾ പോകുന്നതെന്നറിയോ? എവിടെ? മധ്യപ്രദേശ് കയറിയില്ലേ? ആ, മധ്യപ്രദേശ്. ഇവിടുന്ന് നേരെ റീവ ജബൽപൂരൊക്കെ നോക്കിയാൽ മതി. ആ വണ്ടിയായിരുന്നു പോകുന്ന ആൾക്കാരുണ്ട്. ഇവരെവിടെ അമ്പലത്തിലോ കണ്ട് പോയിട്ട് വരുന്നതാണെന്ന് തോന്നുന്നു. എനിക്ക് ഇത് മധ്യപ്രദേശിൻ്റെ ബോർഡർ ചെക്ക് പോസ്റ്റ് ആയിരുന്നു പഴയ. അപ്പം ചെക്ക് പോസ്റ്റെല്ലാം നിർത്തി. പക്ഷേ ഇവിടെ ഇവർ വണ്ടിയിട്ട് ഇവിടെ ആറ്റോ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതാ ഈ വണ്ടിയെല്ലാം നിൽക്കുന്നത്. അപ്പുറത്തെ സൈഡിൽ ഇതേപോലെ ബ്ലോക്ക്. ആ, അതുണ്ട്. അപ്പുറത്തെ സൈഡിൽ നിന്നൊക്കെ നിർത്തിപ്പിരിക്കുന്നുണ്ട്. ഭയങ്കര കഷ്ടമാണ്. ഇതിവിടെ മാത്രമേ കണ്ടുള്ളൂ, വേറെ ഒരിടത്തും ചെക്ക് പോസ്റ്റ് നിർത്തിയെടുത്ത് പിന്നെ പിരിവൊന്നും ഇല്ല. അതുകൊണ്ട് ആ വണ്ടിക്കകത്തൊരു ടിപ്പറായിരിക്കുന്നേ. അതുപോലെ ഇതിന് ട്രെയിലർ വണ്ടി ഇല്ലല്ലോ, ഇത് മാത്രമേ ഉള്ളൂ, ട്രെയിലർ മാത്രമേ ഉള്ളൂ. അതുമല്ല അതിന് വല്ല പണിയായിട്ട് അങ്ങോട്ടെല്ലാം കൊണ്ടുപോയായിരിക്കും. ഹൈവേ ബ്ലോക്ക് ചെയ്ത് പിരിവാണ്. എന്നാ പിന്നെ ഞാൻ കിടന്നാകട്ടെ? കിടന്നു. ഉറക്കം വരികയാണെങ്കിൽ വിളിക്കുക. ഉറക്കം വരികയാണെങ്കിൽ വിളിച്ചേക്കാം. അപ്പോൾ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.